സ്തോത്രം. വേണ്ടിവരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിൽ നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല വെള്ളിയാഴ്ചയുടെ പകൽക്കാലം നല്ല കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സർവശക്തനായ ദൈവം നമുക്കൊരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കൊരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കാം. ഒരിക്കൽ കൂടി ആ നല്ല കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. നന്ദി യേശുവേ, നന്ദി രാജാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. അങ്ങയുടെ സ്നേഹത്തിനും അങ്ങയുടെ കരുതലിനുമായി ഈ നല്ല പകലിലും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവെ. പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഹോളിനകത്തായിരിക്കുന്നവർ, ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നവർ, നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ലോകമെമ്പാടും സന്തോഷത്തിൻ്റെതായ, ലോകമെമ്പാടും ആനന്ദത്തിൻ്റെതായ, ലോകമെമ്പാടും ആർപ്പിൻ്റെതായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങൾ. ലോകമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ വിദേശങ്ങളിലുള്ളവർ ചിന്തിക്കും, ഞങ്ങളുടെ നാട്ടിൽ ഇതൊന്നുമില്ലല്ലോ. പക്ഷേ നിങ്ങൾ ജനിച്ചു വളർന്ന നാട് ഒരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. സന്തോഷം നല്ലതാണ്. എന്നാൽ ഇതിൻ്റെ ബാക്കി പത്രം എന്താണ്? ഒത്തിരി ആശുപത്രികളിൽ നമുക്ക് കാണുവാൻ കഴിയും. അപകടങ്ങളെ തുടർന്ന് വല്ലാതെ വേദന അനുഭവിച്ച് കിടക്കുന്ന യൗവനക്കാരായ മക്കൾ, അവരുടെ അവസ്ഥ കണ്ട് എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ നിരാശയോടെ കരയുന്ന മാതാപിതാക്കൾ, പലതും നഷ്ടപ്പെട്ടവരായി മാറിയവർ, സന്തോഷത്തിനു വേണ്ടി, ആർഭാടത്തിനു വേണ്ടി മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കണ്ട് ഞങ്ങൾക്കും സന്തോഷിച്ചേ മതിയാവൂ എന്ന നിർബന്ധത്തിനു വേണ്ടി കടക്കാരായി മാറിയവർ, ബാധ്യതക്കാരായി മാറിയവർ, പലതും കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി സന്തോഷിക്കുവാൻ ഇറങ്ങിത്തിരിച്ച് ചെയ്യുവാൻ പാടില്ലാത്തതും പ്രവർത്തിക്കുവാൻ പാടില്ലാത്തതും പ്രവർത്തിച്ച് ലോകവഴികളിൽ വീണുപോയവർ, പാപത്തിന് അടിപ്പെട്ടു പോയവർ, നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടു പോയവർ, അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ കരയുന്ന 90% പേരെ ഈ സീസൺ കഴിയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ലോകത്തിന് മധ്യത്തിലും നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ നമുക്കായിരിക്കുവാൻ കഴിയുന്നു. നിശ്ചയമായിട്ടും ഞാൻ ആവർത്തിച്ചു പറയട്ടെ, കർത്താവിൽ നിന്ന് ലഭിക്കുന്നതൊന്നും താൽക്കാലികമല്ല, അത് നിത്യമായതാണ്. അവൻ നമ്മെ സന്തോഷിപ്പിച്ചാൽ ആ സന്തോഷത്തെ കവർന്നെടുക്കുവാൻ ഒരു മനുഷ്യനും ഒരു പിശാചിനും കഴിയത്തില്ല. ആ നല്ല കർത്താവ് നമ്മെ ആനന്ദിപ്പിക്കുവാൻ തുടങ്ങിയാൽ നമ്മുടെ ആനന്ദത്തിന് അതിര് വയ്ക്കുവാൻ ഒരു മനുഷ്യനും ഒരു പിശാചിനും കഴിയത്തേയില്ല. അത് പണം നൽകുന്ന ആനന്ദമല്ല, അത് കൂട്ടുകെട്ട് നൽകുന്ന സന്തോഷമല്ല, അത് മദ്യവും മയക്കുമരുന്നും നൽകുന്ന ലഹരിയല്ല. സ്വർഗീയമായവൻ ഒപ്പമുള്ളത് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും അത്രേ. നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. അതിലുപരിയായി സന്തോഷത്തോടെ ഞാൻ പറയും, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് സ്വർഗീയമായ സന്തോഷം അനുഭവിക്കുവാൻ വേണ്ടി. ആ സന്തോഷത്തിലായിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടേതുൾപ്പെടെ ഒത്തിരി ഭവനങ്ങൾ ഞാൻ പറഞ്ഞ ഈ വേദന നിറഞ്ഞ അനുഭവത്തെ പ്രതീക്ഷിച്ചായിരിക്കുന്നുണ്ട്. ഒത്തിരി മാതാപിതാക്കൾ, ഒത്തിരി സഹോദരങ്ങൾ വേദനയോടെ ആയിരിക്കുന്നുണ്ട്. ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ എന്തായിത്തീരും, അല്ലെങ്കിൽ ഓരോ രാത്രിക്കപ്പുറം എന്തായിത്തീരും? അല്പസമയം കഴിയുമ്പോൾ ഞങ്ങളുടെ മകൻ, ഞങ്ങളുടെ മകൾ, ഞങ്ങളുടെ ഭർത്താവ്, ഞങ്ങളുടെ ഭാര്യ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, അവർ ഏത് ലെവലിലായിരിക്കും വീട്ടിലേക്ക് വരുന്നത്? വീട്ടിലേക്ക് തന്നെയാണോ എത്തുന്നത്? വീട്ടിലെത്തുന്നതിന് പകരം ആശുപത്രിയിലെത്തുമോ? അങ്ങനെ വേദനിച്ചായിരിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ ദേശത്തിലുണ്ട്. നമ്മൾ ദൈവസ്നേഹം അറിഞ്ഞവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരത്രേ. നമുക്കൊരുമിച്ച് അവിധത്തിലുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഈ ദിവസങ്ങളിലുള്ള പ്രാർത്ഥന അവിധത്തിൽ കരയുന്ന ഒത്തിരി പേർക്ക് ആശ്വാസമായി മാറണം. വേദനിക്കുന്ന ഒത്തിരി പേർക്ക് ബലപ്പെടുത്തലായി മാറണം. വേദനിച്ച് നിരാശയിലായിരിക്കുന്ന ഒത്തിരി പേരുടെ ബലപ്പെടുത്തലിൻ്റെ, ആശ്വാസത്തിൻ്റെ ശബ്ദങ്ങളായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. നമ്മൾ കുറ്റം പറയുവാനുള്ളവരല്ല, നമ്മൾ വിധിക്കുവാനുള്ളവരല്ല, നമ്മൾ ചേർത്ത് പിടിക്കുവാനുള്ളവരത്രേ. ആമേൻ. മറന്നു പോകരുത്, പ്രാർത്ഥിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ശക്തിയോടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. വാത്സല്യ ആൻറ്റിയിലൂടെ വളരെ ശക്തമായി ദൈവത്തിൻ്റെ വചനം നമ്മൾ കേട്ടു. ഭയപ്പെടേണ്ട, നിശ്ചയമായും ഭയപ്പെടുവാൻ അനുവദിക്കാതെ നമ്മെ നിർത്തുന്ന ഒരു കർത്താവ്. പ്രിയ ആൻറ്റി, ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോഴും സ്തോത്രം, ആൻറ്റിയെ അറിയാമെന്നുള്ള, ആൻറ്റിക്കൊപ്പമായിരിക്കുന്ന ഞങ്ങൾക്കറിയാം എത്രമാത്രം ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിന് മധ്യത്തിലാണ് പ്രിയ ആൻറ്റി ആയിരിക്കുന്നത്. എങ്കിലും ധൈര്യപ്പെടുവാൻ കർത്താവ് ആൻറ്റിക്ക് അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ, ധൈര്യം കർത്താവ് നൽകിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം, ഇതുപോലൊരു പ്രശ്നം മറ്റാരും അനുഭവിച്ചിട്ടില്ല, ഇതുപോലൊരു രോഗം, ഇതുപോലൊരു കഷ്ടം, ഇതുപോലൊരു കടം, ഇതുപോലൊരു തകർച്ച, ഇതുപോലൊരു നിന്ന, ഇതുപോലൊരു അപമാനം, ഇതുപോലൊരു പ്രശ്നം മറ്റാർക്കുമില്ല എന്ന് എനിക്ക് ഭയപ്പെടുവാനല്ലാതെ, എനിക്ക് നിലവിളിക്കുവാനല്ലാതെ, എനിക്ക് കരയുവാനല്ലാതെ മറ്റൊന്നിന് കഴിയത്തില്ല എന്ന് ചിന്തിച്ച് ഭാരത്തോടെ ആയിരിക്കുന്നു. കേൾക്ക്, നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ
ഉറപ്പിക്കുവാൻ, ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു കർത്താവ് ഇന്ന് പകലിലും നിങ്ങൾക്കൊപ്പമുണ്ട്. വിശ്വസ്തനായ കർത്താവ്, അവൻ നിങ്ങളുടെ അവസ്ഥ കണ്ട് മാറിപ്പോകത്തില്ല. നിങ്ങളായിരിക്കുന്ന സാഹചര്യം കണ്ട് നല്ല കർത്താവ് മാറിപ്പോകത്തില്ല. അതെ, നിങ്ങളുടെ അവസ്ഥകൾക്ക് പരിഹാരം വരുത്തുവാൻ, ഇന്നായിരിക്കുന്ന അവസ്ഥകൾക്ക് അറുതി വരുത്തുവാൻ എൻ്റെ കർത്താവ് മതിയായവനായി കൂടെയുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, അതുകൊണ്ട് ഭയപ്പെടേണ്ട, അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഈ സമയം ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്ന ഈ നല്ല സമയം ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നിങ്ങളുമായി സംസാരിച്ചു പിന്നെയും മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന 2 വചനങ്ങൾ, ആമേൻ, ആ വചനം ധ്യാനിച്ചിവിടെ ആയിരിക്കുമ്പോൾ ആ സ്തോത്രം, ആ വചനത്തിൻ്റെ ഒരു നിവർത്തി ഞാൻ ഇന്ന് കാണുകയുണ്ടായി. വചനം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യവും ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യവും. ആദ്യമായി പുറപ്പാട് പുസ്തകം 3 സ്തോത്രം അതിൻ്റെ 2 നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി വായിക്കട്ടെ. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറേ മുൾപടർപ്പിന് തീപിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? ഒരു നിമിഷം കൂടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ വെള്ളിയാഴ്ച പകലിലും അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു, ഞങ്ങളെ ഉറപ്പിച്ച കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പിന്നെയും അങ്ങയുടെ വചനത്തിന് മുമ്പിൽ ഒരുമിച്ച് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളെ അങ്ങ് നിർത്തിയെങ്കിൽ, ഇന്ന് അങ്ങയുടെ ശബ്ദം ലോകത്തോട് വിളിച്ചു പറയുവാൻ ഞങ്ങളെ ഒരുക്കിയെങ്കിൽ, അങ്ങയുടെ മാറ്റമില്ലാത്ത പ്രവൃത്തി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വ്യക്തിപരമായി, കുടുംബങ്ങളായി, സമൂഹമായി, സഭകളായി അനുഭവിക്കുവാൻ തക്കവണ്ണം ഒത്തിരി പേരെ അങ്ങ് ഒരുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. അനേകർക്ക് ശക്തിയായി, വിടുതലായി ദൈവത്തിൻ്റെ വചനം ഈ നല്ല ദിവസം മാറട്ടെ. അങ്ങയുടെ വചനത്തിന് മുമ്പിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അയച്ച അങ്ങയുടെ പ്രവൃത്തിയെ നിവർത്തിക്കാതെ മടങ്ങാത്ത അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളെ അനുഭവിക്കുമാറാക്കണമേ. ഞങ്ങൾ സ്വീകരിക്കുന്ന കർത്താവേ, അങ്ങയുടെ വചനം പോലെ ഞങ്ങളുടെ ജീവിതം ഇന്ന് മാറട്ടെ. ആമേൻ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം നിങ്ങൾക്കേറെ സുപരിചിതമാണല്ലോ. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറേ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. തീ ആളി കത്തുന്നത് കണ്ടു, ഒപ്പം ഒരു മുൾപടർപ്പ് തീ പിടിക്കുന്നതും കണ്ടു. പക്ഷേ അത് വെന്ത് പോയതേ ഇല്ല. ആളി കത്തുന്ന തീയുടെ മധ്യത്തിലും വെന്തു പോകാത്ത മുൾപടർപ്പുകൾ. ആമേൻ. ഇന്ന് ഈ സമയം എനിക്കൊപ്പമായിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് തന്നെ ആവർത്തിച്ച് പറയുന്നു. തീ ആളി കത്തുന്നുണ്ടോ? വെന്തു പോകും, കരിഞ്ഞു പോകും, തകർന്നു പോകും, തീർന്നു പോകും. ഇതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയത്തില്ല. നിരാശയോടെ ആയിരിക്കുന്നു, കേൾക്ക്, നീ വെന്തു പോകാതെ നിന്നെ നിർത്തുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ. തീ ആളി കത്തുമ്പോഴും അതേ പ്രതിസന്ധിയുടെ, പ്രതികൂലങ്ങളുടെ, വെല്ലുവിളികളുടെ സ്തോത്രം, തീ ആളി കത്തുമ്പോഴും അതിന് മധ്യത്തിലും വെന്തു പോകാതെ നിന്നെ കാത്തു പരിപാലിക്കുന്ന ഒരു കർത്താവുണ്ട്. നീണ്ട 40 വർഷങ്ങൾ മരുഭൂമിയുടെ അനുഭവത്തിൽ ജീവിതം ജീവിച്ച് തീർത്തൊരു മനുഷ്യൻ, ഒരു വയോധികനായ മനുഷ്യൻ, 80 വയസ്സ് പിന്നിടുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ മുൻപിൽ നിർത്തി സർവശക്തനായ ദൈവം വിളിച്ചു പറയുക, മോശേ, നീ കടന്നുപോയ ആ തീച്ചൂളയുടെ അനുഭവം നിന്നെ ഇതുവരെയും വേഗിച്ചാതെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നിന്നെ എനിക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. ഏത് തീയുടെ അനുഭവത്തിലും, ഏത് തീച്ചൂളയുടെ അനുഭവത്തിലും ആമേൻ, നിന്നെ ഇതുവരെ ഞാൻ നിലനിർത്തിയെങ്കിൽ ഇനിയും നിന്നെ തകർക്കുവാൻ ഒരു പ്രശ്നങ്ങൾക്കും കഴിയത്തില്ല, ഒരു പ്രതിസന്ധിക്കും കഴിയത്തില്ല. നിന്നെ ഞാൻ പ്രയോജനപ്പെടുത്തും. ചില തീച്ചൂളയുടെ അനുഭവങ്ങൾക്ക് മധ്യത്തിലായിരിക്കുമ്പോൾ കേൾക്ക്, ആമേൻ, വെന്തു പോകാതെ നിന്നെ പ്രയോജനപ്പെടുത്തുന്ന ഒരു കർത്താവ്. ചില ശക്തന്മാരെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം,
ചില അധികാരമുള്ളവരെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം മുൾപടർപ്പ് പോലെ ഇനിയില്ല എന്ന് പറയുന്ന അനുഭവത്തിൽ നിൽക്കുന്ന ചിലതിനെ കർത്താവ് പ്രയോജനപ്പെടുത്തുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. എനിക്കറിയത്തില്ല, ആരോ പറയുന്നുണ്ട്, ഞാനൊരു മുൾപടർപ്പ് പോലെ ആയിത്തീർന്നു. ആമേൻ. എന്നിൽ ജീവൻ അവശേഷിക്കുന്നില്ല. ഇനി ഒരു പച്ചപ്പ് സാധ്യമല്ല. ഇനി പ്രയോജനപ്പെടുവാൻ എനിക്ക് കഴിയത്തില്ല. കേൾക്ക്, ഒരു തീക്കും വിട്ടുകൊടുക്കാതെ നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. ആമേൻ. ഹല്ലേലൂയ. തീ വീഴും. ആമേൻ. നിന്ന് കത്തും, ആളിക്കത്തും. പക്ഷെ നീ വെന്തു പോകുവാൻ, മുൾപടർപ്പേ നീ വെന്തു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തെ. ചില മുൾപടർപ്പുകളെ പ്രയോജനപ്പെടുത്തുന്ന ഒരു കർത്താവ്. കരിഞ്ഞു പോയ ചിലതിനെ, ഉണങ്ങിപ്പോയ ചിലതിനെ, ഇനി പ്രയോജനമില്ലാതായി തീർന്ന ചിലതിനെ പ്രയോജനപ്പെടുത്തുന്ന ഒരു കർത്താവ്. തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. തീക്കകത്തായി പോയ ചിലതൊക്കെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക. 40 വർഷം തീയുടെ അനുഭവത്തിൽ പെട്ടുപോയവൻ പിന്നെയും ഒരു 40 വർഷം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടതുപോലെ. ഹല്ലേലൂയ. ആമേൻ. 2 നിലകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ഭാഗത്തിലൂടെ സംസാരിക്കുകയുണ്ടായി. ഒന്ന് സ്തോത്രം, മോശയെ ദൈവം ബലപ്പെടുത്തുകയാണ്. മോശേ, നീ കാണുന്നില്ലേ ഈ പിക്ചർ? ഇത് നീയാണ്. ആമേൻ. സ്തോത്രം. ആളിക്കത്തുന്ന തീയുണ്ട്, പക്ഷെ നീ വെന്തു പോകുന്നില്ല. അർത്ഥം, നിന്നെ വേഗിക്കുവാൻ ഈ ലോകത്തിലെ ഒരു തീക്കും കഴിയത്തില്ല. ആമേൻ. സ്തോത്രം. കാരണം നീ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവനാണ്. നീ വാഗ്ദത്തമുള്ളവനാണ്. നീ നിന്റെ മാതാപിതാക്കളുടെ വീണ്ടെടുപ്പാണ്. നീ നിന്റെ കുടുംബത്തിന്റെ വീണ്ടെടുപ്പാണ്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ കണ്ടതാണ്. അബ്രഹാമിനോടുള്ള വാഗ്ദത്തം നിന്നിലൂടെ നിറവേറേണ്ടതാണ്. അതുകൊണ്ട് ആളിക്കത്തുന്ന ഒരു തീക്കും തളർന്നായിരിക്കുന്ന മോശമാരെ, മടുത്തായിരിക്കുന്ന മോശമാരെ, ഇനി നല്ലതൊന്നുമില്ല, ഇനി നല്ലതൊന്നും കാണുവാൻ എനിക്ക് കഴിയത്തില്ല. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെയോ കർത്താവ് ആഗ്രഹിച്ചതുപോലെയോ എനിക്ക് പ്രയോജനപ്പെടുവാൻ കഴിയത്തില്ല എന്ന് ഭാരത്തോടെ ആയിരിക്കുന്നുവോ? കേൾക്ക്, ഒരു തീക്കും വേഗിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നോക്കൂ, ആ വാക്യത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല. ഒന്ന്, ആമേൻ, തീ അവിടെ വീഴുന്നുണ്ട്, അല്ലെങ്കിൽ തീ കത്തിപ്പിടിക്കുന്നുണ്ട്. 2, ഒരു മുൾപടർപ്പുണ്ട്. എന്നാൽ അതിനൊപ്പം അവിടെ യഹോവയുടെ ദൂതനുണ്ട്, അഥവാ സർവശക്തനായ ദൈവമുണ്ട്. ആ മുൾപടർപ്പിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയരെ, തീ ആളിക്കത്തുമ്പോൾ നീ ഭയപ്പെടേണ്ട. ആ തീക്ക് മധ്യത്തിൽ നിന്നെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഉണങ്ങിപ്പോയിട്ട് സ്തോത്രം, എല്ലാം പച്ചപ്പെല്ലാം നഷ്ടപ്പെട്ടിട്ടും നീ വെന്തു പോകാതെ ആ തീക്കകത്ത് നിന്നെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന, നിന്നെ പ്രൊട്ടക്റ്റ് കർത്താവ് നിന്നെ പൊതിഞ്ഞു സൂക്ഷിക്കുക. ആ തീയിൽ ഇന്ന് വരെ നീ നഷ്ടപ്പെട്ടു പോകാത്തത്, ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നീ ഒടുങ്ങിപ്പോകാത്തത്, കടം കയറി നീ ആത്മഹത്യ ചെയ്യാത്തത്, ഇനി എന്തിന് ജീവിക്കുന്നു എന്ന് ചിന്തിച്ച് ഒപ്പമുള്ളവരെല്ലാം പറ്റിച്ച്, കൂടെയുള്ളവരെല്ലാം ചതിച്ച്, നല്ലതൊന്നും കാണുവാൻ കഴിയാതെ, നല്ലതൊന്നും പ്രതീക്ഷിക്കുവാൻ കഴിയാതെ നീ നിന്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടും അവസാനിച്ചു പോകാതെ നിന്നെ നിലനിർത്തിയത് നിന്റെ മിടുക്കല്ല, നിന്റെ തീരുമാനം മാറിയത് കൊണ്ടല്ല, എൻ്റെ ദൈവം നിന്നെ പൊതിഞ്ഞ് സൂക്ഷിച്ചത് കൊണ്ട്. ആ മുൾപടർപ്പിനെ പൊതിഞ്ഞ് സൂക്ഷിച്ച ഒരു ദൈവം. യേശുവിൻ നാമത്തിൽ തീ ആളിക്കത്തിയപ്പോൾ നിന്നെ പൊതിഞ്ഞു സൂക്ഷിച്ച ഒരു ദൈവം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനായി സ്തുതിക്കുന്ന കർത്താവ്, നന്ദി കർത്താവ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പകരപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിനായി യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആ പ്രൊട്ടക്ഷൻ ചില മുൾപടർപ്പുകൾ തിരിച്ചറിയുക. ആ പ്രൊട്ടക്ഷൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. നോക്കൂ, ഹെറോബിലെ മുൾപടർപ്പിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിട്ടല്ല.
ആമേൻ. 80 വയസ്സായ മോശയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായതുകൊണ്ടല്ല, പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നീ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചത് സത്യമാണെങ്കിൽ, നീ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരിക്കുന്നത് സത്യമാണെങ്കിൽ, ലോകത്തിന് കാണുവാൻ കഴിയാത്ത, തീക്ക് പടർന്ന് കയറുവാൻ കഴിയാത്തൊരു പ്രൊട്ടക്ഷൻ നിന്റെ മേലുണ്ട്. ആമേൻ, സ്തോത്രം. ഒരു ശത്രുവിനും അപഹരിച്ചു കൊണ്ടുപോകുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ നിർത്തുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ദൈവം ആ തീച്ചൂളയ്ക്കകത്തുണ്ട്. പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ദൈവം ആ തീച്ചൂളയ്ക്കകത്തുണ്ട്. പലരും നിലവിളിക്കും, അയ്യോ ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഈ പ്രശ്നത്തിൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഈ കണ്ണുനീരിന്റെ മധ്യത്തിൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഈ നിലവിളിയുടെ മധ്യത്തിൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഇവിടെ എനിക്കൊപ്പം ആരുമില്ലല്ലോ. കേൾക്ക്, അവിടെ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നിന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന, നിന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന, നിന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പ്രൊട്ടക്ഷനകത്ത്, ദൈവത്തിന്റെ പ്രൊട്ടക്ഷനകത്ത്, ദൈവത്തിന്റെ പ്രൊട്ടക്ഷനകത്ത്, ഓ ഈ ധാരാശാന്തരേശുവിൻ നാമത്തിൽ ആമേൻ, സ്തോത്രം. നിങ്ങൾ തുടർന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, മോശ വല്ലാതെ ടയേർഡായി. സ്തോത്രം. കർത്താവ് സംസാരിച്ച് തുടങ്ങിയത് എന്താ? ഭയപ്പെടേണ്ട. ആമേൻ, സ്തോത്രം. നോക്കൂ, കർത്താവ് വെറും വാക്ക് പറയുന്നവനല്ല. അവൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ ഭയപ്പെടാതിരിക്കുവാൻ വേണ്ടത് നിശ്ചയമായും അവൻ ചെയ്തു കഴിഞ്ഞു എന്നർത്ഥം. ആമേൻ, ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്? ഇന്ന് എന്നോട് എൻ്റെ കർത്താവ് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഭയപ്പെടുവാനുള്ളതിന് പരിഹാരം എൻ്റെ കർത്താവ് വരുത്തിയിട്ടുണ്ട്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാ യാക്കോബിനോട് പറഞ്ഞത്, യാക്കോബേ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചവൻ. ആമേൻ, സ്തോത്രം. നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ അത് നിന്നെ കവിയുകയില്ല. അർത്ഥം, കവിയാതിരിക്കുവാൻ വേണ്ടത് ദൈവം ചെയ്തു കഴിഞ്ഞു. ആമേൻ, സ്തോത്രം. യാക്കോബ് ഭയപ്പെടും, പക്ഷെ കർത്താവ് പറയുക, യാക്കോബേ നീ ഭയപ്പെടേണ്ട, ആ വെള്ളം നിന്നെ മുക്കി കൊല്ലാതിരിക്കുവാൻ വേണ്ടത്, ആ ഉയർന്നു പോകുന്ന പ്രതിസന്ധിയിൽ നീ തകർന്നു പോകാതിരിക്കുവാൻ വേണ്ടത്, ആ വെല്ലുവിളികൾ നീ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട്. ആമേൻ. നിന്നെ ഭയപ്പെടുത്തുന്ന ആ വെള്ളം കണ്ട് നീ ഭയപ്പെടേണ്ട, ആ തീ കണ്ട് നീ പേടിക്കേണ്ട, അത് നിന്നെ വേഗിക്കാതിരിക്കുവാൻ വേണ്ടത്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. യാക്കോബിന് ശക്തി ഉണ്ടായി എന്നല്ല, മറിച്ച് ദൈവം ശക്തനായി യാക്കോബിന് കൂടെ ഉണ്ടായിരുന്നു. ആമേൻ, സ്തോത്രം. നോക്കൂ, സ്തോത്രം. മോശയുടെ ജീവിതത്തിൽ ഭയപ്പാടിൻ്റെതായ വലിയ അനുഭവങ്ങൾ കടന്നു വന്നു. കാരണം 40 വർഷമായി താൻ അറിയാത്ത, തനിക്ക് അപരിചിതമായ ഒരു സ്ഥലത്തായിരിക്കുന്നു, താൻ പ്രതീക്ഷിക്കാത്ത വ്യക്തികളുടെ മധ്യത്തിലായിരിക്കുന്നു, താൻ ആഗ്രഹിച്ചത് ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നു. ഈ 3 നിലകളിൽ ഭാരപ്പെട്ടായിരിക്കുന്നവർ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കൊപ്പമായിരിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നത് ചെയ്യുവാൻ കഴിയാതെ ഭാരത്തോടെ ആയിരിക്കുന്നവർ, പ്രതീക്ഷിക്കാത്ത സ്ഥാനങ്ങളിൽ പെട്ടുപോയവർ. ചിലർ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു വീട്ടിനകത്തല്ല ജീവിക്കേണ്ടത്, ഇങ്ങനെ ഒരു അവസ്ഥയിലല്ല ഞാൻ നിൽക്കേണ്ടത്, ഇങ്ങനെ ഒരു ഭർത്താവല്ല എനിക്ക് വേണ്ടത്, വേണ്ടിയിരുന്നത് അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ടിയിരുന്നത് ഇങ്ങനെയുള്ള മക്കളല്ല, ഇങ്ങനെയുള്ള ഭാര്യയല്ല, ഇങ്ങനെയുള്ള തൊഴിലല്ല, ഇങ്ങനെയുള്ള ശുശ്രൂഷയല്ല, ഇങ്ങനെയുള്ള സഭയല്ല. അതെ, ആമേൻ, സ്തോത്രം. പലരും നിരാശയോടെ ചിന്തിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ സാഹചര്യമല്ല, നിങ്ങളുടെ അവസ്ഥയല്ല, നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. 40 വർഷം തനിക്ക് അപരിചിതമായ സ്ഥാനത്തായിരുന്നിട്ടും മോശയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവം. ഈ പകലിലും നീ ആയിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ട. ഒപ്പമുള്ളവർ നീ ആഗ്രഹിച്ചതുപോലെ അല്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ഭാര്യയില്ല, എൻ്റെ ഭർത്താവില്ല, എൻ്റെ മക്കളില്ല, എൻ്റെ പ്രിയപ്പെട്ടവരില്ല, എൻ്റെ സഭയില്ല. ഭയപ്പെടേണ്ട, സർവശക്തനായ ദൈവം നിന്നോട് കൂടെയുണ്ട്. ഓ താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാ ആമേൻ, സ്തോത്രം, ഭയപ്പെടുന്ന മോശയെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവം ഈ വിധത്തിൽ ഒരു പിക്ചറൈസേഷൻ തനിക്ക് മുമ്പിൽ നടത്തുകയാണ്, ഒരു ഇൻസിഡന്റ് കാണിച്ചു കൊടുക്കുകയാണ്. മോശേ നീ കണ്ടോ, നോക്ക്, ആമേൻ, മുൾപടർപ്പ് കത്തുന്നുണ്ട്, തീയുണ്ട്. ആമേൻ, സ്തോത്രം. ഞാനും അതിന് മധ്യത്തിലുണ്ട്. മുൾപടർപ്പ് എന്ന് പറഞ്ഞാൽ പച്ചപ്പല്ല, ഉണങ്ങിപ്പോയ മുള്ളിൻ്റെ സ്തോത്രം, ആ ഒരു കാട്, കുറ്റിക്കാട്. ആമേൻ. പിന്നെ ഒന്നിനും പ്രയോജനമില്ലാത്തൊരു കുറ്റിക്കാട്, തീ കത്തുവാൻ മാത്രം ഉപയോഗമുള്ള ഒരു കുറ്റിക്കാട്. ആമേൻ. ആ കുറ്റിക്കാടിന് മധ്യത്തിൽ ആ സ്തോത്രം
മുൾപടർപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന ദൈവം മോശയോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ 40 വർഷങ്ങൾ നീ തീക്ക് നടുവിൽ തന്നെ ആയിരുന്നിരിക്കാം. ഇതേ അനുഭവത്തിലായിരിക്കാം നീ നടന്നു പോയിക്കൊണ്ടിരുന്നത്. നിന്റെ ഉള്ളം ഭാര്യയോട് സംസാരിക്കുമ്പോഴും മക്കളോട് സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും കളിക്കുമ്പോഴും എല്ലാം ഉള്ളം വെന്തുകൊണ്ടേ ഇരുന്നിരിക്കാം. എൻ്റെ വാഗ്ദത്തം എന്നിലൂടെ നിറവേറേണ്ട വാഗ്ദത്തം നിറവേറിയില്ലല്ലോ, എനിക്ക് എൻ്റെ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്കൊപ്പമുള്ളവരെ അടിമനുഖത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ലല്ലോ, ഫറവോനോട് എനിക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. ഇന്ന് പകലും എന്നെ കേൾക്കുന്ന മോശയെ തിരിച്ചറിയ, കാലം എത്ര കഴിഞ്ഞാൽ നിന്നിലൂടെ പുറത്തു വരേണ്ട ഒരു ജനമുണ്ടെങ്കിൽ, നിന്നിലൂടെ പുറത്തു വരേണ്ട ചിലരുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം നീ പ്രതീക്ഷിക്കാത്ത നിലയിൽ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് Thank you, Lord. Hallelujah. സ്തോത്രം. Hallelujah. നിന്നിലുള്ള വാഗ്ദത്തം നിറവേറ്റുവാൻ നീ ചിലരെ പുറത്തു കൊണ്ടുവരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിലരെ കർത്താവ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കാലമേറെയായി സാഹചര്യം മാറി, അവസ്ഥ മാറി, ഭയപ്പെടേണ്ട. നിന്നിലൂടെ പുറത്തു വരുവാനുള്ളവർ റെഡിയായിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിന്റെ ശബ്ദത്തിന് പിന്നാലെ, നിന്റെ ശബ്ദത്തിന് പിന്നാലെ ചിലരോടായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് വിളിച്ചു പറയുക. നിന്റെ ശബ്ദത്തിന് പിന്നാലെ വലിയൊരു കൂട്ടം, നീ പ്രതീക്ഷിക്കാത്ത വലിയൊരു കൂട്ടം. ഓ സ്തോത്രം. യേശുവിൻ നാമത്തിൽ വർഷങ്ങളുടെ പാരമ്പര്യം വിട്ട്, ജനിച്ച നാളുകൾ തൊട്ടുള്ള പാരമ്പര്യം വിട്ട് വലിയൊരു കൂട്ടം നിന്റെ വാക്കിന് പിന്നാലെ, മോശേ നിന്റെ വാക്കിന് പിന്നാലെ സ്വാതന്ത്ര്യം കണ്ടിട്ടില്ലാത്തൊരു ജനക്കൂട്ടം. ഓ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിനറിയാം മോശ വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നു. മോശയെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ പിക്ചറൈസ് ചെയ്ത് കാണിക്കുന്ന ഒരു ദൈവം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, തീ കത്തുമ്പോൾ ഭയപ്പെട്ട് നിലവിളിക്കുന്നതിന് മധ്യത്തിൽ തിരിച്ചറിയ്, ആമേൻ, ഈ തീയിൽ ഞാൻ ഇതുവരെ വെന്തു പോയിട്ടില്ലെങ്കിൽ ഞാനായി നിൽക്കുന്നതല്ല, എൻ്റെ ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതാ. എൻ്റെ ദൈവം വെന്തു പോകുവാൻ ഇടവരാതെ എന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പകുതി വഴിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞ പലതും എന്നിലൂടെ എൻ്റെ ദൈവത്തിന് ചെയ്ത് പൂർത്തീകരിക്കുവാനുണ്ട്. ആമേൻ സ്തോത്രം. പകുതി വഴിയിൽ, ആമേൻ സ്തോത്രം, വിട്ടേച്ചു പോന്ന പലതും ചെയ്ത് പൂർത്തീകരിക്കുവാനായി കർത്താവ് നിന്നെ പിന്നെയും, ആമേൻ, ചില സ്ഥാനങ്ങളിലേക്ക്, ചില ഇടങ്ങളിലേക്ക്, ചില ഭവനങ്ങളിലേക്ക്, ചില കുടുംബങ്ങളിലേക്ക് അയക്കും. ഓ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ആമേൻ സ്തോത്രം. ആമേൻ. അത് ഒന്ന് മോശയോടുള്ള ധൈര്യപ്പെടുത്തലാണ്. ആമേൻ സ്തോത്രം. കർത്താവ് പറയുക, മോശേ, നീ ധൈര്യപ്പെട്ട് മുൻപോട്ട് പോകുവാൻ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. ആമേൻ സ്തോത്രം. മോശ പറയും, കർത്താവെ പറ്റത്തില്ല, തടിച്ച നാവാണ്, പ്രശ്നമാണ്, നീ മറ്റാരെങ്കിലും തിരഞ്ഞെടുക്കുക. ദൈവം പറയും, മോശെ നീ ഭാരപ്പെടേണ്ട, നല്ല നാവുള്ള അഹരോനെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ സ്തോത്രം. ഞാൻ അവിടെ സകലതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നിനക്ക് ചെയ്യുവാൻ കഴിയാത്തത്, നിനക്ക് ചിന്തിക്കുവാൻ കഴിയാത്തത് എൻ്റെ ദൈവം ചില ഇടങ്ങളിൽ നിനക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. പലരും ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സാധ്യമാകും, ഇതെങ്ങനെ നടക്കും, എന്നെ കൊണ്ട് എങ്ങനെ പറ്റും? എൻ്റെ ഇന്നലകളിൽ പറ്റിയിട്ടില്ലല്ലോ. ഇന്നലകൾ എനിക്ക് അവസരമുണ്ടായിരുന്നപ്പോൾ, ഇന്നലകളിൽ സാഹചര്യങ്ങൾ മുഴുവൻ അനുകൂലമായിരുന്നപ്പോൾ എനിക്ക് പറ്റിയിട്ടില്ലല്ലോ. കേൾക്കണമേ, ആമേൻ. നിന്റെ സാഹചര്യം അനുകൂലമായിരിക്കുന്നത് കൊണ്ടല്ല, ദൈവം ചിലത് സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് കൊണ്ട്, ദൈവം ചിലരെ നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ സ്തോത്രം. ദൈവം മുന്നമേ സ്തോത്രം മോശ എന്ന മുൾപടർപ്പിനെ, ആമേൻ, മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ചിലത് സെറ്റ് ചെയ്ത് വെച്ചതുപോലെ, ആമേൻ സ്തോത്രം, ചില തീയുടെ അനുഭവത്തിലായിരിക്കുന്ന വ്യക്തികളോടായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് പകലും വിളിച്ചു പറയട്ടെ, നിങ്ങൾ വെന്തു പോകത്തില്ല. ആമേൻ സ്തോത്രം. വെന്തു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. അതേ തുടർന്ന് രണ്ടാമതായി നമ്മൾ സ്തോത്രം ദൈവവചനത്തിൽ നിന്ന് കേട്ടു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 7-ാമത്തെ വാക്യം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും
അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? 40 വർഷം. ആമേൻ. ഓരോ രാത്രികളിലും മോശ ചിന്തിച്ചു കാണും, ആമേൻ, ഞാൻ കുറച്ചുകൂടെ ക്ഷമയോടെ ചിന്തിച്ചിരുന്നെങ്കിൽ, ഞാൻ കുറച്ചുകൂടെ പ്ലാൻ ചെയ്ത്, ആമേൻ സ്തോത്രം, അവരെ കൊന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എനിക്കൊരു പക്ഷേ ഈ ഗതി വരത്തില്ലായിരുന്നു. ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന രാത്രികൾ. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, അർദ്ധരാത്രികളിൽ ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല. അയ്യോ, എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, എത്ര നാളായി കരയുന്നു, എത്ര നാളായി നിലവിളിക്കുന്നു, ഇതുവരെ മറുപടിയില്ലല്ലോ, സകലതും നഷ്ടപ്പെട്ടു പോയല്ലോ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടക്കുന്നില്ലല്ലോ, ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നുവോ? കേൾക്ക്, ദൈവം ദീർഘക്ഷമയുള്ളവനായാലും അവൻ പ്രതിക്രിയ നടത്തി നിശ്ചയമായും രക്ഷിക്കും. അർദ്ധരാത്രികളിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ എൻ്റെ ദൈവം ഇറങ്ങി വരും. പകലുകളെ രാത്രികളാക്കി മുറിയടച്ചു നീ കരഞ്ഞ കണ്ണുനീരിന് സ്തോത്രം, മറുപടി തരുവാൻ എൻ്റെ ദൈവം ഇറങ്ങി വരും. ആരും കാണാതെ അവസരമുണ്ടാക്കി നീ പ്രാർത്ഥിച്ച നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ എൻ്റെ ദൈവം നിശ്ചയമായും ഇറങ്ങി വരും. കാരണം വചനം പറയുന്നു, അവൻ നീതിമാനായ ദൈവം, അവൻ അനീതിയുള്ള ദൈവം അല്ലേ അല്ല. നിന്റെ കാര്യത്തിൽ എൻ്റെ ദൈവം അനീതി കാണിച്ച് യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ, എൻ്റെ ദൈവം നിന്റെ കാര്യത്തിൽ അനീതി കാണിച്ചു എന്ന് ആമേൻ നീ കേൾക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. സ്തോത്രം. വചനം പറയുന്നു പ്രതിക്രിയ നടത്തി രക്ഷിക്കും. കാരണം ആമേൻ സ്തോത്രം, ഒരു ക്രിയ അവിടെ നടന്നു. ആ സ്ത്രീയുടെ ജീവിതത്തിൽ അനീതി വെളിപ്പെടുന്ന ഒരു ക്രിയ. ആമേൻ. ഒരുവന്റെ ഹൃദയം കഠിനമായി, ഒരു ന്യായാധിപന്റെ ഹൃദയം കഠിനമായി. ആ കഠിനതയ്ക്ക് കാരണമായ പിശാചിന്റെ ഒരു ക്രിയ അഥവാ ഒരു പ്രവൃത്തി. ആമേൻ. വചനം പറയുന്നു ആ പ്രവൃത്തിക്ക് ഒരു പ്രതിപ്രവൃത്തി എൻ്റെ ദൈവം ചെയ്യും. നിന്നെ കരയിപ്പിച്ച പ്രവൃത്തികൾക്ക് എൻ്റെ ദൈവം ഒരു പ്രതിപ്രവൃത്തി ചെയ്യും. നിന്നെ നിരാശപ്പെടുത്തിയ പ്രവൃത്തികൾക്ക്, നിന്നെ കണ്ണുനീരണിയിപ്പിച്ച പിശാചിന്റെ പ്രവൃത്തികൾക്ക്, നിന്നെ വേദനിപ്പിച്ച പിശാചിന്റെ പ്രവൃത്തികൾക്ക്, നിന്നെ നിരാശയാക്കിയ മനുഷ്യരുടെ പ്രവൃത്തികൾക്ക് എൻ്റെ ദൈവം ഒരു പ്രതിപ്രവൃത്തി ചെയ്യും. നിശ്ചയമായും നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. ആമേൻ സ്തോത്രം. പിശാച് ആമേൻ മോശയുടെ ജീവിതത്തിൽ 40 വർഷം ചെയ്തൊരു പ്രവൃത്തിയുണ്ട്. അവനെ ഒറ്റയ്ക്കാക്കി. ആമേൻ സ്തോത്രം. മരുഭൂമിയിൽ ആടുകളുമായി അലയുമ്പോഴും മോശ ചിന്തിച്ചതായിരിക്കണം, ഞാൻ ഒറ്റയ്ക്കായി തീർന്നല്ലോ. സ്തോത്രം. ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഒക്കെ ശരിയാണ്. എങ്കിലും ആമേൻ ആടുകളെ മേയിച്ച് നടക്കുക. മനുഷ്യർ ആരും ഒപ്പമില്ല. ആടുകൾ മാത്രം കൂട്ടിലുള്ള സമയത്ത് ഒരു കൊട്ടാരത്തിൽ എല്ലാവരുടെയും മധ്യത്തിൽ വളർന്ന അവസരം കിട്ടുമ്പോഴൊക്കെ തൻ്റെ ജനത്തിനെ പോയി കാണുവാൻ സാധിക്കുമായിരുന്ന മനുഷ്യൻ ഒറ്റയ്ക്കായി തീരുമ്പോൾ നിശ്ചയമായും കരഞ്ഞതായിരിക്കും, ഞാൻ ഒറ്റയ്ക്കായി തീർന്നു. ആമേൻ. എനിക്കൊപ്പം ആരുമില്ല, എൻ്റെ സഹോദരങ്ങളില്ല, എൻ്റെ പ്രിയപ്പെട്ടവരില്ല, എൻ്റെ മാതാപിതാക്കളില്ല, എൻ്റെ ബന്ധുക്കളില്ല, എൻ്റെ ചാർച്ചക്കാരില്ല, എന്നെ കേൾക്കേണ്ടവരും എന്നെ അറിയേണ്ടവരുമില്ല, എന്നിലൂടെ പുറത്തു വരേണ്ടവരില്ല. പിശാചിൻ്റെ ഒരു പ്രവൃത്തി. എന്നാൽ നോക്ക്, ആമേൻ, ദൈവം ഒരു പ്രതിപ്രവൃത്തിയുമായി ഹെറോബിൽ ഇറങ്ങി വന്നു. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. പിശാചിൻ്റെ പ്രവൃത്തിയെ തകർക്കുന്ന ഒരു പ്രതിപ്രവൃത്തിയുമായി എൻ്റെ ദൈവം ഇന്ന് നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ഇറങ്ങി വരും. നീ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് കരഞ്ഞ് തളർന്നായിരുന്നാലും എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ ജീവിതത്തിൽ കണ്ണുനീർ വീഴ്ത്തുന്ന, നിന്നെ ഒറ്റയ്ക്കാക്കി തീർക്കുന്ന, ആരുമില്ലാത്തവളാക്കി തീർക്കുന്ന പിശാചിന്റെ പ്രവർത്തിക്ക് ഒരു പ്രതിപ്രവർത്തിയുമായി എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ആ തൊഴിലിടത്തിൽ നിന്നെ ഒറ്റയ്ക്കാക്കി തീർക്കുന്ന ആ പിശാചിന്റെ പ്രവർത്തിക്ക് ഒരു പ്രതിപ്രവർത്തിയുമായി സർവശക്തനായ ദൈവം ഇറങ്ങി വരും. നിന്നെ നിരാശപ്പെടുത്തുന്ന, നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ അസ്വസ്ഥതപ്പെടുത്തുന്ന, നിന്നെ രോഗിയാക്കി തീർക്കുന്ന പിശാചിന്റെ പ്രവൃത്തിക്ക് പ്രതിപ്രവൃത്തിയുമായി സർവശക്തനായ ദൈവം യേശുവിൻ നാമത്തിൽ ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. പ്രതിപ്രവൃത്തിയുമായി ദൈവം ഇറങ്ങി വരിക. 40 വർഷം പിശാച് ചെയ്ത പ്രവൃത്തിക്ക് പ്രതിപ്രവൃത്തിയുമായി സർവശക്തനായ ദൈവം ഇറങ്ങി വന്നുവെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ, ചില വർഷങ്ങളായി പിശാച് മനുഷ്യരിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾക്ക് പ്രതിപ്രവർത്തിയുമായി പ്രതിക്രിയയുമായി എൻ്റെ ദൈവം ഇറങ്ങി വരിക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, ഹല്ലേലൂയ. അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അപ്പോൾ ആ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ പകലും ഒപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഭയപ്പെടേണ്ട,
വെറും വാക്ക് പറയാതെ ഭയപ്പെടാതിരിക്കുവാൻ വേണ്ടത് ചെയ്ത നല്ല കർത്താവേ, ഇന്ന് പകലും അങ്ങയുടെ വലിയ സാന്നിധ്യം ഈ ജനത്തോട് കൂടിയിരിക്കണമേ. ഹോളിനകത്തായിരിക്കുന്നവർ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ലൈവിലായിരിക്കുന്നവർ, ഇനി ലൈവിൽ ഞങ്ങൾ വീക്ഷിക്കുവാൻ പോകുന്നവർ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കട്ടെ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.